ഗൈസ്, അപ്പൊ നമ്മൾ ശോഭനേനെ കാണാൻ അറിഞ്ഞൂടെ അവരകത്താക്കോ ഇല്ലേ. എന്തരാ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ കലർപ്പന ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ശോഭനയെ ഗൈസ് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ശോഭനെ കാണാൻ പറ്റില്ല. ശോഭനെ കാണാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഗൈസ് നിങ്ങളെ. അപ്പൊ ഗൈസ് ഇവിടെ നമ്മള് ശോഭനയുടെ വീട്ടിൽ വന്നേക്കാണ്. അവര് വന്ന് ശോഭന എവിടെ പോയിക്കെന്ന് പറഞ്ഞിരിക്കുന്നു. 1 hour ഇവിടെ വെയിറ്റ് ചെയ്ത് ശോഭന വരുമെന്ന് പറയുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ വീടൊക്കെ ഒന്ന് കാണിക്കാൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇല്ലെന്ന് നോക്കണേ. ഫ്രണ്ട് ക്യാമറയാണ് ഗൈസ്. ഇതാണ് ശോഭനയുടെ വീട്. കണ്ട ഗൈസ്, എനിക്ക് അറിഞ്ഞൂടെ കാണാൻ പറ്റുന്നത് ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഗൈസ് ഇതാണ് ശോഭനയുടെ വീട്. ഞാൻ ഒഫീഷ്യലി ശോഭനയുടെ അനുഗ്രഹം മേടിക്കാൻ പോകുന്നു. ഗൈസ് ശോഭന ഏത് കാറിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പറ്റൊന്നുമില്ലല്ലോ. അതൊരു ക്ലീനിങ് ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പറഞ്ഞു ശോഭന കുറച്ചു നേരം കഴിഞ്ഞ് വരുമെന്ന്. 1 hour ആവും. പക്ഷെ ഞാൻ അവിടെ നോക്കിയപ്പോ ഒരു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ശോഭനയെ കാണാൻ പോവായിരുന്നു. അവിടെ ഒരു ക്ലീനിങ് ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പറഞ്ഞതാ ഇപ്പൊ ഒരു 1 hour ആവും, അത് കഴിഞ്ഞിട്ട് വരുമെന്ന് തോന്നിയിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ജർമ്മൻ ഷെപ്പേർഡ് ഓൺ ഡ്യൂട്ടി എന്ന് അവിടെ ബോർഡ് കൊടുത്തിരുന്നു. എങ്ങനെയാന്ന് അന്ന് കയറാൻ പോണത്? അതാണ് എന്നെ കടിച്ചിട്ട് എല്ലാം വേണം കണ്ടു. ഡാൻസ് കൂടെ കളിക്കാൻ പറ്റില്ല.